ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ഏത് രീതിയിലാണ് നിൽക്കുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്രൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഒരു ഗൈഡൻസ് ആയിട്ട് ഇതിനെ എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ മുഖം, അവരുടെ പേര് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേ ഇരിക്കുക. ആ ഒരു എനർജിയിലേക്ക് വന്നതിന് ശേഷം വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Fool energy, silence, friendliness, isolation, slowing down, guidance, aloneness, nothingness, patience, okay, comparison വന്നിട്ടുണ്ട്, turning in വന്നിട്ടുണ്ട്, guilt, sorrow, the source, creator, conditioning, traveling, success ആണ് വന്നിരിക്കുന്നത്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന സ്ട്രെസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജിയാണ് നമ്മൾ ആദ്യമേ തന്നെ എടുത്തിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന പേഴ്സൺ ആണ് ഇവരെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു രീതിയിലുള്ള എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് സ്ട്രെസ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി മാനസികപരമായിട്ടൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. നിങ്ങൾ ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് ഫൈറ്റ് ഒക്കെ നടന്നിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. വാക്ക് തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരമാവധി എത്രത്തോളം വേദനിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം രണ്ടുപേരും വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഗിൽറ്റ് ഫീൽ ഒക്കെ തോന്നുന്നുണ്ട്. ഗിൽറ്റ് ഫീൽ എന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമോശം എന്ന് പറയുമ്പോൾ അറിഞ്ഞിരുന്നുകൊണ്ട് ചില തെറ്റുകൾ ഇവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ വഴക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ തലയിലേക്കൊക്കെ മാറ്റി വെച്ച് തന്നവരായിരിക്കാം ഇവര്. ആ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്തിരിക്കുന്ന വ്യക്തികളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ നിങ്ങളെ വളരെ വലിയ രീതിക്ക് വേദനിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളും തിരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുമ്പോൾ പറയുന്ന വാക്കുകൾ അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ എനർജി വളരെയധികം ലോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവര് തീർത്തും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. സോറോ എനർജിയാണ്, എലോൺനെസ് വന്നിട്ടുണ്ട്. ജീവിതത്തില് എല്ലാ രീതിക്കും ഒറ്റപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നോ തിക്നെസ് വന്നിരിക്കുന്നതുകൊണ്ട് ഒരു ഡാർക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത്. എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതൊന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥ. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായിട്ടൊക്കെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. മനസ്സ് കൈവിട്ട് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഭയങ്കരമായിട്ടൊരു ഷോർട്ട് ടെമ്പേർഡ് ഒക്കെ ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ഭയങ്കരമായ ഒരു പേഷ്യൻസ് കൈവന്നിട്ടുണ്ട്. ഒന്നിനോടും പ്രതികരിക്കാത്തൊരവസ്ഥ. അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ തീർത്തും സൈലന്റ് ആണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും അറിയില്ല. ഐസൊലേഷൻ പീരീഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. സ്ലോയിങ് ഡൗൺ വന്നിട്ടുണ്ട്. ജീവിതം തന്നെ മുന്നോട്ടേക്ക് വളരെ പതുക്കെ പതുക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലൈഫിൽ എല്ലാ രീതിക്കും ഒരു അറ്റത്ത് എത്തണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു ഗൈഡൻസ് തേടി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ട്രാവലിംഗ് വന്നിരിക്കുന്നതുകൊണ്ട്
അവർ നിങ്ങളിലേക്ക് ഒരു യാത്ര ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. അവര് നിൽക്കുന്ന situation നിങ്ങളെയും വെച്ചിട്ട് ഒരുപാട് compare ചെയ്യുന്നുണ്ട്. അവർ എവിടെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവർ എങ്ങോട്ടാണോ പോയിരിക്കുന്നത് ആ ഒരു situation നെയും നിങ്ങളെയും വെച്ച് compare ചെയ്യുമ്പോൾ അവർക്ക് അപ്പോഴാണ് ആ ഒരു guilt feel ഭയങ്കരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത്. എടുത്ത തീരുമാനം തെറ്റായി പോയി എന്നുള്ള ഒരു അവസ്ഥ. Okay, അപ്പോൾ നമുക്ക് ഓരോ spread ആയിട്ട് തന്നെ എന്തായാലും പറയാം. ഇവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് full energy ആണ്. ഒരു beginning card ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ relationship ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു person ഈ ഒരു സമയത്ത് ഒരു new beginning ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ തന്നെ അത് എല്ലാ രീതിക്കും ഒരു stress കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് release ആയതിനു ശേഷം എല്ലാം കൊണ്ടും അവർക്കൊരു പുതിയ തുടക്കമാകും അത് എന്നുള്ളത് അവരിപ്പോൾ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ relationship എന്ന് പറയുന്നത് ഒരുപക്ഷേ നിങ്ങൾ ഭയങ്കരമായ ഒരു thick friends ഒക്കെ ആയിരുന്നിരിക്കാം. relationship ന് മുമ്പും അങ്ങനെ ആയിരിക്കാം. relationship ലേക്ക് കടന്നിട്ടാണെന്നുണ്ടെങ്കിലും വളരെ comfortable ആയിട്ടുള്ള ഒരു relationship ആണ്. നിങ്ങൾക്കാണെങ്കിലും ഇവർക്കാണെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു ഇത്. പക്ഷേ relationship മുന്നോട്ടേക്ക് പോയപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ പല പല തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. trust issues വന്നിട്ടുണ്ട്. അതുപോലെ അനാവശ്യമായ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു person നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ hide ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവർക്ക് ഇവരുടേതായ കുറേയധികം secret ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനിടയിൽ കേറി വന്നിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം നിങ്ങൾ അവരുടെ അടുത്തേക്ക് അതേപ്പറ്റി ചോദിക്കുകയും കാര്യങ്ങളും അത് പിന്നീട് ഒരു വലിയ വഴക്കിലേക്ക് മാറുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചിലവരുടെ കേസിൽ ഇവർ silent ആയിട്ട് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. ചിലവരുടെ കേസിൽ blame ചെയ്തിട്ട് വാക്ക് തർക്കം ഉണ്ടാക്കി വലിയ പ്രശ്നങ്ങളിലൂടെ മാറിപ്പോയവരും ഉണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു സമയം ഇവർ എന്തായാലും നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓർക്കുന്നുണ്ട്. ഇവരുടെ ഒരു മാനസികാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു down stage ൽ തന്നെയാണ്. കാരണം ഇവിടെ എല്ലാം വന്നിരിക്കുന്ന energy എന്ന് പറയുന്നത് വളരെ low energy ആണ് കാണിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇവർ ഒരു turning in ആണ്. ഇവിടെ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു life ന് ഒരു change സംഭവിക്കണം. അതും വീണ്ടും നിങ്ങളുടെ relationship ൽ ആ ഒരു friendship ലേക്കൊക്കെ കൊണ്ടുവരണം. friendship എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായ ഒരു thick friends ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ love relationship ൽ ആയിരിക്കാം. ഇവിടെ ഒരു friendship energy യും ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ friendship എന്ന് പറഞ്ഞാലും വളരെ comfortable ആയിട്ടുള്ള ഒരു ബന്ധം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇവർക്കാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയും കൊണ്ടിട്ടും വളരെ okay ആയിട്ടുള്ള ഒരു relationship തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു relationship ൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം freeze ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് മരവിച്ച് നിൽക്കുന്ന ഒരു energy. ഇവരുടെ emotions ഒന്നും പ്രകടിപ്പിക്കാൻ ഇവർക്ക് ഇപ്പോൾ ആരും തന്നെ ഇല്ല. എല്ലാ രീതിക്കും ഒറ്റപ്പെടലുകളിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം. ഈ ഇങ്ങനെ freeze ആയിട്ട് നിൽക്കുന്ന ഈ ഒരു situation പൂർണ്ണമായിട്ടും ഉരുകി തീർന്നിട്ട് ഒരു സമാധാനവും സന്തോഷവും ഒക്കെ കൈവരണം എന്ന് ഇവരായിട്ട് തന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർത്തും silent ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു clarity ലഭിക്കാത്ത ഒരു person ന്റെ energy ആണ് നമുക്കിവിടെ കാണുന്നത്. ഒറ്റപ്പെടലുകളിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ ഒരു വെളിച്ചം തേടിയുള്ള യാത്രയാണ്. വെളിച്ചം എന്ന് പറയുമ്പോൾ ഇവർ ആദ്യമേ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സമാധാനമൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വളരെ ഒരു stressful ആയിട്ടുള്ള moment ലാണ് ഇവർ നിൽക്കുന്നത്. ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതം പോലെയാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹിക്കുന്ന സമയത്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് we are the world എന്ന്. എന്ന് വെച്ചാൽ നമ്മളായിരുന്നു നമ്മളുടെ ലോകം അല്ലെങ്കിൽ നമ്മളാണ് നമ്മളുടെ ലോകം. ആ ഒരു ലോകത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇവരിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ life ൽ എന്തൊക്കെയോ ഒരു വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ thunderbolt വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ life ൽ എന്തോ ഒരു വലിയ പ്രത്യാഘാതം ഇവർ നേരിട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ ഒരു awareness ഈ ഒരു ഉണർവ് സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്കൊക്കെ ഇവർ ചിന്തിക്കാൻ തുടങ്ങുന്നതിന്റെ reason എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന എന്തോ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ജീവിതത്തിൽ എല്ലാ രീതിക്കും മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു guidance ഇവരിപ്പോൾ അന്വേഷിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു spiritual connection ലേക്കൊക്കെ വളരെയധികം മാറിയിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്ന ആരും തന്നെ കൂടെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. പുറകിൽ നിന്നൊക്കെ ഒരുപാട് കുത്തലുകൾ ഏറ്റിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന വ്യക്തികളിൽ നിന്നൊക്കെ ഇവർക്ക് തിരിച്ചടികളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ slowing down എന്ന് പറയുമ്പോൾ വളരെ slow ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇവരുടെ ജീവിതം. ഇത് ഇവരുടെ life ന്റെ ഇപ്പോഴത്തെ ഒരു situation ആണ്. മുന്നോട്ടേക്ക് എത്ര ശ്രമിച്ചിട്ടും നീങ്ങുന്നില്ല. അപ്പോൾ ഈ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു situation ൽ ഈ ഒരു കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഒരു ego ആണെന്നുണ്ടെങ്കിലും എടുത്തുചാട്ടമാണെന്നുണ്ടെങ്കിലും ഒരു മാറ്റം വരുത്തുക എന്നുള്ളത്. അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴാണ് അവർക്ക് ഭയങ്കരമായ ഒരു regret feel ഇവിടെ തോന്നുന്നത്. ആ ഒരു negativity അല്ലെങ്കിൽ അവർ തന്നെ ഭയങ്കരമായിട്ട്
സ്ട്രെസ്ഫുൾ ആയിട്ട് വളരെ ഒരു വയലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ ആരോടും പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. എല്ലാ ഇമോഷൻസിനെയും സ്വയം ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതിപ്പോ ദേഷ്യം, സങ്കടം എന്തും ആയിക്കൊള്ളട്ടെ, എല്ലാം പുറത്തേക്കൊന്നും കാണിക്കാതെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു നെഗറ്റിവിറ്റിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി മുന്നോട്ടേക്ക് ഇതിലൊരു മാറ്റം വേണം. അവരുടെ ജീവിതത്തില് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയല്ലാതെ അവിടെ നിന്നും ഒന്ന് ടേൺ ചെയ്ത് മാറണം. കാരണം അവർ ഈ ഒരു സമയത്താണ് നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും അവരുടെ സിറ്റുവേഷനെ ആണെന്നുണ്ടെങ്കിലും വെച്ച് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കമ്പയർ ചെയ്യുന്ന അവസ്ഥയിൽ അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവർ അനുഭവിച്ച ആ ഒരു ഹാപ്പിനെസ് തന്നെയാണ്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന കെയറിങ്, സപ്പോർട്ട് എല്ലാം തന്നെ ഓർത്തെടുക്കുമ്പോൾ അവർക്ക് വളരെയധികം ഒരു വേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അവർക്ക് വളരെയധികം ഒരു പേഷ്യൻസ് കൈവന്നിട്ടുണ്ട്. ആ ഒരു എടുത്തുചാട്ടമൊക്കെ എവിടെയോ പോയിരിക്കുന്ന ഒരു അവസ്ഥ. ജീവിതം അവരെ പല രീതിയിലേക്ക് പല കാര്യങ്ങളിലും മാറ്റങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗിലൂടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ പോകുന്ന ഒരു പേഴ്സൺ ആണ്. ചിന്തകളിൽ ഇപ്പൊ ഒന്നും തന്നെ ഇല്ല. കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. എങ്കിലും നിങ്ങളുടെ ഒരു ഓർമ്മ മാത്രമാണ് ആകെയുള്ള ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇപ്പൊ പൂർണ്ണമായിട്ടും ചിന്തകളൊന്നും ഇല്ലാതിരിക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ അവർ ഒറ്റപ്പെടലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ ആദ്യം ഒരു വെളിച്ചം വേണം. അതായത് അവർക്കൊരു നീതി ലഭിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അപ്പോ ഇവരിപ്പോ ചിന്തിക്കുന്ന ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ആരും ഇല്ലാത്തത് തന്നെയാണ് നല്ലത് എന്നുള്ളൊരു മൈൻഡിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് എന്തായാലും അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു എനർജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ അവർക്ക് ആകെ ഉള്ള ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പൊ ഈ ഒരു ഒറ്റപ്പെടലിൽ നിൽക്കുന്ന ഈ ഒരു സമയത്താണ് നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവർ ഒരുപാട് കാര്യങ്ങളിൽ ഒരു എന്താ പറയാ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തികളാണ്. ഒരുപാട് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നോ ഇങ്ങനെ ചെയ്യരുതെന്നോ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ അവരോട് മിണ്ടരുതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ വെച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് അതിനൊക്കെ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ തരേണ്ടിരുന്നവർ തന്നെയാണ്. പക്ഷെ അതൊക്കെ അവര് ഭയങ്കരമായ വിലക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ അവരാണ് തെറ്റ് ചെയ്തുകൊണ്ടിരുന്നതും കൂടുതലായിട്ട് റിലേഷൻഷിപ്പിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് അവരുടെ ആ ഒരു സ്വഭാവ വൈകല്യങ്ങൾ പൂർണ്ണമായും എടുത്തു കളഞ്ഞതിന് ശേഷം നിങ്ങളിലേക്ക് ഒരു സാധാരണ രീതിയിലേക്ക് തന്നെ വരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയോ അനുകൂലമായിട്ട് തന്നെ നിൽക്കണം. വളരെ സപ്പോർട്ടീവ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ട്രാവലിംഗ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ് ഇവരിപ്പോ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഇമാജിൻ ചെയ്യുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് അവര്. വിഷ്വലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ മെയിൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഗൈഡൻസ് വന്നിട്ടുണ്ട്, എലോൺനെസ്, സോറോ, അതുപോലെ തന്നെ ക്രിയേറ്റർ ആണ് വന്നിരിക്കുന്നത്. സ്പിരിച്വലി ഈ ഒരു പേഴ്സൺ എന്തായാലും ഈ ഒരു യൂണിവേഴ്സുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഹീലിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങളുടെ വ്യക്തിയിൽ വരുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സണിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോറോ എനർജി എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ടിരുന്ന് സ്വയം വേദനിക്കുന്ന ഒരു അവസ്ഥയാണ്. ഹെർമിറ്റ് എനർജിയാണ്. അവർ ചെയ്തു പോയ മഹാപാപങ്ങള്, തെറ്റുകള് എന്ത് തന്നെയാണെങ്കിലും അതിപ്പോ വലിയ തെറ്റുകൾ മാത്രമല്ല, ചെറിയ തെറ്റുകളാണെന്നുണ്ടെങ്കിൽ അതുപോലും ഓർത്തെടുത്തിട്ട് വേദനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഒരു കരിങ്കല്ല് പോലത്തെ ഒരു ഹൃദയമൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലൊക്കെ ആ ഒരു കരിങ്കല്ലൊക്കെ അലിഞ്ഞ് ഇല്ലാതെയായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പെട്ടെന്ന് ഹേർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി അങ്ങനെ തന്നെ ആയിരുന്നിരിക്കാം. ആദ്യം മുതലേ പെട്ടെന്ന് ഹേർട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഇവരിപ്പോ ഒരു സോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അലച്ചിലാണ്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എങ്ങനെ എത്താം, അതിനുള്ള ഒരു സോഴ്സ് എന്താണ്, എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുക തന്നെ വേണം. ചിലപ്പോൾ നിങ്ങൾ ഇവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലവരുടെ കേസിൽ ഇവരെ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തവരും ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളെ ഇവരായിട്ടാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിൽ വേണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. കാരണം ഓൾറെഡി നെഗറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ്ലി അവർക്കൊരു മാറ്റങ്ങൾ വരട്ടെ, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവർക്ക് തന്നെ സ്വയം ഒന്ന് കഴിയട്ടെ. അതാണ് ഈ ഒരു ടേണിംഗ് എന്ന് പറയുമ്പോൾ. ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എനർജിയിൽ അവർ നിങ്ങളിലേക്ക് എത്തുവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാനോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് സ്വയമേ ആദ്യം തന്നെ ആ ഒരു ഊർജ്ജം, നഷ്ടപ്പെട്ടു പോയ ഒരു എനർജി എല്ലാം വീണ്ടെടുത്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരട്ടെ.
അല്ലെങ്കിൽ വരണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല. തൽക്കാലം അവരുടെ ഒരു എനർജിനെ ഒന്ന് ഇൻക്രീസ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പൊ പ്ലാൻ ചെയ്യുക. എത്തിക്കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഈ ഒരു എനർജിയിൽ വേരിയേഷൻസ് ഒക്കെ വന്നതിന് ശേഷം അവരൊരു ഡിസിഷനിലേക്ക് എടുക്കുക. ഡിസിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ള ഡിസിഷൻ, അതിലേക്ക് എത്താമെന്നാണ് ചിന്തിക്കുന്നത്. സക്സസ് ആണ് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിന്റെ വിജയം മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഇവര്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ നോക്കുവാണെങ്കിൽ കിട്ടുന്നത്. നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികൾ, ഫാമിലി, ഇമോഷൻസ്, എന്ത് വേണമെങ്കിലും ആ സിറ്റുവേഷൻസ്, അപ്പൊ എല്ലാ കാര്യങ്ങളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ലൈഫിലേക്ക് ആഗ്രഹിച്ച് തന്നെ ഇവർ തുടങ്ങിയിട്ടുണ്ട്. കുറ്റബോധം അലട്ടുന്നുണ്ട്, ഒരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. നെഗറ്റിവിറ്റി ഒക്കെ മാറിയിട്ട് സന്തോഷകരമായിട്ട് തന്നെ ഒരു സന്തോഷകരമായ പരിസമാപ്തി ഈ ഒരു ബന്ധത്തിൽ ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവരാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ ഒരു തോട്ട്സ് കൂടെ നമുക്ക് നോക്കാം. എന്താണ് അവർ ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇല്യൂഷൻ, falling fast, individuality, sacrifice, wedding, destiny, celebrate, surprise, true love, ബട്ടർഫ്ലൈ, ഗിഫ്റ്റ് ആണ് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട്സ് നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇവിടെ ഇല്യൂഷൻ വന്നിട്ടുണ്ട്. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, ഒരു ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. കാരണം ഒരു ഭയം നിൽക്കുന്നുണ്ട് അവർക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി സ്വീകരിക്കുമോ, അല്ലെങ്കിൽ ഇവർ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുമോ, എങ്ങനെയായിരിക്കും നിങ്ങൾ ഇത് എടുക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ ഓർക്കുമ്പോൾ ഒരു ഭയമൊക്കെ ഉള്ളത് കൊണ്ട് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡ് കൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സൈഡ് കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു പ്രണയത്തെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് ഇമാജിൻ ചെയ്യുന്ന ഒരു എനർജി കൂടിയാണത്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങളുടെ എനർജിനെ അട്രാക്ട് ചെയ്യുക. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. സ്വന്തം കാര്യം നോക്കി വളരെ പൊസസീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കാം നിങ്ങളുടേത്. സ്വന്തം കാര്യം നോക്കിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവർ മാറിപ്പോയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു പൊസസീവോട് കൂടി മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് കുറച്ചൊരു സാക്രിഫൈസ് കാര്യങ്ങളൊക്കെ വേണം. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി പോയതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇപ്പൊ അവരുടെ ലൈഫിൽ ഒരുപാട് വേദനകൾ വന്നതും അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു തിരിച്ചടി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആരും അവരുടെ കൂടെ ഇല്ലാതെയായി പോയതും. അപ്പൊ സെൽഫിഷ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം പോസിറ്റീവ് ആയിട്ട് എടുക്കുക. അനാവശ്യമായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് സ്വയം മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഇവര്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ചില കാര്യങ്ങളിൽ സ്വയം സാക്രിഫൈസ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ ചിന്തകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അവരുടെ ഒരു ഡെസ്റ്റിനി എന്നുള്ള രീതിക്കാണ് അവർ കാണുന്നത്. കാരണം റിയൂണിയൻ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ ഒരു എനർജി വന്ന് നിൽക്കേണ്ടത് നിങ്ങളിലാണ്. അല്ലെങ്കിൽ അവരുടെ എനർജിക്കും അവരുടെ തോട്ട്സിനും എല്ലാത്തിനും മാച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സെലിബ്രേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വെഡിങ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു മാരേജ് ലൈഫിലേക്കൊക്കെ പോകാൻ നിന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ആത്മാർത്ഥമായിട്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയുള്ള റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകൾ മുന്നിട്ട് ഇറങ്ങി ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. വളരെ സർപ്രൈസ് ആയിട്ട് നിങ്ങളിലേക്ക് കടന്നു വരിക, നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക, again നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന ഒരു പാർട്ട്ണർ ആയിട്ട് തന്നെ കടന്നു വരണം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതിൽ അവർ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം പൂർണ്ണമായിട്ട് മാറി ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളിലേക്ക് വന്നാൽ മതി
എന്നുള്ള തോട്ടിൽ നിൽക്കുന്നത്. ഇവിടെ സെലിബ്രേഷനും കാണിക്കുന്നുണ്ട്, വെഡിങ്ങും കാണിക്കുന്നുണ്ട്, സർപ്രൈസ് വന്നിട്ടുണ്ട്, അതുപോലെ ഗിഫ്റ്റ് ആണ് നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ടും കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവര്. ട്രൂ ലവ് ആണ് വന്നിരിക്കുന്നത്. മനസ്സിൽ നിന്ന് ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം. ഇതുവരെ എന്തെങ്കിലും രീതിയിൽ ചീറ്റിങ്ങോ ഹൈഡിങ്ങോ ഒക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റി ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരാനും, അതുപോലെ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ തരാതിരുന്ന സ്വാതന്ത്ര്യങ്ങള് കാര്യങ്ങളെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ജീവിതം എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിക്കുകയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ restriction ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന്. അതുപോലെ സന്തോഷകരമായിട്ട് ഒരുമിച്ച് തന്നെ ഈ ഒരു relationship മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളുടെ ഇഷ്ടങ്ങള് അനിഷ്ടങ്ങള് എല്ലാം ചോദിച്ചറിഞ്ഞ് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് അവർക്കിപ്പോ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം സമയം spend ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. ഒരു attraction ഇവിടെ നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. വളരെ deep ആയിട്ടുള്ള ഒരു connection നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ gift എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവർക്ക് ഒരുപാട് gift കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ അവർ നിങ്ങൾക്കും തന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർക്കുന്നുണ്ട്. relationship നല്ല രീതിക്ക് പോയ സമയത്ത് വളരെ positive ആയിട്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളായിരിക്കാം അത്. അതെല്ലാം ഇടക്കാലം കൊണ്ട് നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ വീണ്ടും അതെല്ലാം വാർത്തെടുക്കണം, അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ഓർമ്മകളൊക്കെ പുതുക്കി കൊണ്ടുവരണം. സർപ്രൈസ് ആയിട്ട് നിങ്ങളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു gift ഒക്കെ സമ്മാനിക്കണം, നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ gift കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവർ എടുത്തു നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു past ലേക്കൊക്കെ പോയിരിക്കുകയാണ്. അതൊക്കെ അവരെ മനസ്സുകൊണ്ട് വളരെയധികം ഒരു വേദന ഉണ്ടാക്കുന്നുണ്ട്. കാരണം പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അവർ അതിനെ ശ്രമിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം അവരുടെ ഉള്ളിൽ ആ ഒരു hurt breakages ആണ് വന്നിരിക്കുന്നത്. ഹൃദയം വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലേക്കാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വേദനകളുടെ ഇപ്പുറത്ത് അവർ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു ജെനുവിനിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകാനായിട്ടുള്ള മനസ്സിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ടോക്സിസിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണർ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ടോക്സിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപദ്രവിക്കുക എന്നുള്ളതല്ല, ഒരുപാട് റെസ്ട്രിക്ഷൻസ്, അതൊരു തരം ടോക്സിസിറ്റി ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായ കാര്യങ്ങളൊക്കെ ഇവര് ഒരു ഇമോഷണലി നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു അവസ്ഥ. നിങ്ങൾ അവരോടുള്ള ആ ഒരു അഡിക്ഷൻ സ്നേഹമൊക്കെ കാരണം നിങ്ങളുടെ പല ഇഷ്ടങ്ങളും വേണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് ഇപ്പൊ തോന്നുന്ന ഒരു കാര്യം അതൊക്കെ തെറ്റായ തീരുമാനമായിരുന്നു. നിങ്ങളുടേതായ ഇഷ്ടങ്ങൾക്ക് കുറച്ചധികം പ്രാധാന്യമൊക്കെ നൽകേണ്ടവരായിരുന്നു ഇവര്. ഇവരുടെ സ്വാർത്ഥമായ ചിന്താഗതികൾ കൊണ്ടിട്ടും ഇവർ ചെയ്തിരിക്കുന്ന തെറ്റുകൾ നിങ്ങൾ തിരിച്ചറിയാതിരിക്കാനും ഒക്കെയാണ് ഇവർ ആ ഒരു രീതിയിലൊക്കെ നിങ്ങളോട് ബിഹേവ് ചെയ്തത്. അതൊക്കെ ഓർക്കുമ്പോൾ മനസ്സിന് ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വീണ്ടെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ബൗണ്ടറീസ് കാര്യങ്ങൾ എല്ലാം പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തുക. അതും വളരെ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുക. അതിനുശേഷം സന്തോഷകരമായ ഒരു പരിസമാപ്തി ഈ ഒരു ബന്ധത്തിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം. നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രണയം സ്നേഹം എല്ലാം വളരെ പെട്ടെന്ന് ഈ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഹീലിംഗിലൂടെ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ ഈ ഒരു ചിന്തകളൊക്കെ നിറച്ചുകൊണ്ട് മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവര്. നിങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ഇവർ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സെപ്പറേഷൻ സ്റ്റേജ് ആണെങ്കിൽ പോലും ആത്മാർത്ഥമായിട്ട് ഇവരുടെ എനർജിയിൽ വന്നിരിക്കുന്ന ഒരു വേരിയേഷൻസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതും. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യുക. എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പോഴാണ് നിങ്ങളുടെ എനർജിയും റീഡിങ്ങും ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സണും ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്ലൂസ്. എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എറണാകുളം. എൻ എന്നൊരു ലെറ്റർ, എച്ച് വന്നിട്ടുണ്ട്, 37, വയനാട്, മകം, 1993,
എം എന്നൊരു ലെറ്റർ again വന്നിട്ടുണ്ട്. തിരുവാതിര 34, ട്രിവാൻഡ്രം ഡി എന്നൊരു ലെറ്റർ, അനിഴം 3 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ലിയോ സോഡിയാക് സൈൻ ആണ്. 1990 പൂരം, 1988 ആർ എന്നൊരു ലെറ്റർ, വി എന്നൊരു ലെറ്റർ, 30 ആർ again വന്നിട്ടുണ്ട്. മൂലം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ബി എന്നൊരു ലെറ്റർ, ഒക്ടോബർ മന്ത് 44, മെയ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വിത്തിൻ 3 months ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.